എല്ലാവർക്കും മമ്മോസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് കാഴ്ച പരിമിതർക്ക് ഫോൺ ഉപയോഗിക്കുന്നതിനായി വിവിധ സോഫ്റ്റ്വെയറുകൾ ഇപ്പോൾ അവൈലബിളാണ്. ഉദാഹരണം ടോക്ക് ബാക്ക്, പ്രൂഡൻറ്റ് സ്ക്രീൻ റീഡർ, ജിഷുവോ പ്ലസ് തുടങ്ങിയ ഒത്തിരി സ്ക്രീൻ റീഡേഴ്സ് ഉണ്ട്. കൂടാതെ വിൻഡോസിലാണെങ്കിൽ നരേറ്റർ, NVDA, ജോസ് തുടങ്ങിയ സ്ക്രീൻ റീഡേഴ്സും ഉണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ആൻഡ്രോയിഡ് ഫോണിൽ ടോക്ക് ബാക്ക് എന്ന സെറ്റിങ്സ് എനേബിൾ ചെയ്യാം, ഡിസേബിൾ ചെയ്യാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇപ്പോൾ എൻ്റെ ഫോണിൽ ടോക്ക് ബാക്ക് നിലവിൽ ഡിസേബിളാണ്. ഇപ്പോൾ ഇത് എനേബിൾ ചെയ്യാനായി ആദ്യം ഞാൻ എൻ്റെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഞാൻ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഈ പറയുന്ന സെറ്റിങ്സ് ചില ഫോണുകളിൽ ആക്സസബിലിറ്റി എന്നായിരിക്കും കിടക്കുക, ചില ഫോണുകളിൽ അഡീഷണൽ സെറ്റിങ്സ് എന്ന സെറ്റിങ്സിനകത്തായിരിക്കും ഈ ആക്സസബിലിറ്റി എന്ന സെറ്റിങ്സ് കിടക്കുക. ഇപ്പോൾ എൻ്റെ ആക്സസബിലിറ്റി എന്ന സെറ്റിങ്സ് ആണുള്ളത്. ഇത് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ അഡീഷണൽ സെറ്റിങ്സിലാണ് ഇതുള്ളതെങ്കിൽ അത് ഓപ്പൺ ചെയ്താൽ മാത്രമേ ആക്സസബിലിറ്റി കിട്ടുകയുള്ളൂ. ഇനി അങ്ങനെയും കിട്ടുന്നില്ലെങ്കിൽ സെർച്ച് ബാറിൽ ആക്സസബിലിറ്റി എന്ന് സെർച്ച് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ ആക്സസബിലിറ്റി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒത്തിരി ഓപ്ഷൻസ് കാണാം. ഇതിൽ നമുക്ക് വേണ്ടത് ടോക്ക് ബാക്ക് എന്ന സെറ്റിങ്സ് ആണ്. ടോക്ക് ബാക്ക്, ഞാനിത് ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ ടോക്ക് ബാക്ക് എന്ന ഇൻ്റർഫേസിലെത്തി. ഇപ്പോൾ ഇതിൻ്റെ എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷനുമുണ്ട്, അതുപോലെ ഇതിൻ്റെ ഷോർട്ട് കട്ട് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷനുമുണ്ട്. നമുക്കാദ്യം ടോക്ക് ബാക്ക് എനേബിൾ ചെയ്യാം. അതിനായി ഈ ടോഗിൾ ബട്ടൺ ഒന്ന് ഓൺ ചെയ്താൽ മതി. ഞാനത് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കിട്ടും. ഇവിടെ അലൗ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ മറ്റൊരു പെർമിഷനാണ്. ഇവിടെ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഓക്കെ, ടോക്ക് ബാക്ക് ഓൺ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ എൻ്റെ ടോക്ക് ബാക്കിൻ്റെ വോളിയം, ഇപ്പോൾ ഞാൻ വോളിയം കുറയ്ക്കുന്നത് എൻ്റെ ഫോണിൽ കുറച്ച് ഇതായതുകൊണ്ട് ഞാൻ എൻ്റെ സൗണ്ട് സെറ്റിങ്സിൽ പോയി ചെയ്യുകയാണ്, കുറച്ചുകൂടി വ്യക്തമാവുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ടോക്ക് ബാക്ക് ഓൺ ചെയ്യുന്നത്. Connected devices, quick modes and sounds and sharing items 9 to 7. No system volume navigate up button. Access 73%, 70, 83, 80, 93% default, 47%. കുറച്ചിട്ടുണ്ട് ടോക്ക് ബാക്കിൻ്റെ വോളിയം. ഓക്കെ, ഇനി നമുക്ക് ബാക്ക് വരാം. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല, കുറച്ച് കൂട്ടാല്ലേ. ഇപ്പം എന്തായാലും ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെയാണ് ടോക്ക് ബാക്ക് ഓൺ ചെയ്യുന്നത്. ഇനി നമുക്ക് ഷോർട്ട് കട്ട് എനേബിൾ ചെയ്യുന്നതിനായി സെയിം ആക്സസിബിലിറ്റി ഇതിനകത്ത് ടോക്ക് ബാക്ക് എന്ന സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ അത് ഓണാണ്. നിങ്ങൾ റൈറ്റിലേക്ക് സ്ക്രോൾ ചെയ്യുന്നു. ടോക്ക് ബാക്ക് ഷോർട്ട്, ഇതാണ് ഷോർട്ട് കട്ട് ആഡ് ചെയ്യാനുള്ള ബട്ടൺ. ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇവിടെ ഷോർട്ട് കട്ട് ഓഫ് ആണ്. ജസ്റ്റ് അത് ഓൺ ചെയ്യാം. ഓണായി. ഇവിടെ ടോക്ക് ബാക്ക് നമുക്ക് എങ്ങനെയൊക്കെയാണ് എനേബിൾ ചെയ്യേണ്ടത് എന്ന് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. First tick box, tap accessibility button to stop or stop talkback. Tap the accessibility button at the bottom of the screen to on 5. Double tap to activate. accessibility button. ഈ ഒരു ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ബാക്ക് ബട്ടൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബട്ടൺ വരും. അതുമ്മ ക്ലിക്ക് ചെയ്ത്, വേറെ സെറ്റിങ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല, ടോക്ക് ബാക്ക് മാത്രമാണെങ്കിൽ അതുമ്മ ക്ലിക്ക് ചെയ്ത് ടോക്ക് ബാക്ക് ഓൺ ആക്കാം. സെക്കൻഡ് വൺ, accessibility button settings button. Tick box, press side and volume. Accessibility button settings button 2 of 5.
ഈ ഒരു Double tap ബട്ടൺ to activate. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വേറെ കുറേ മെനു വരും. എന്നൊക്കെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. Accessibility button. Navigate up ഇവിടെ button. കാണാം. Select actions. TalkBack. Magnify. Accessibility menu. അത് ഞാൻ പറഞ്ഞിരുന്നു. ഈ ഒരു ബട്ടണിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ എൻ്റെ കയ്യിൽ വേറെ 2-3 സ്ക്രീൻ റീഡേഴ്സ് ഉണ്ട് ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ അതെല്ലാം ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇവിടെ നമുക്ക് എന്തൊക്കെ എനേബിൾഡ് ആയിട്ടുണ്ടെന്ന് നോക്കാം. Location heading 3 of selected radio button navigation bar 4 of 6 not selected radio. ഇപ്പോൾ ഇവിടെ select actions TalkBack magnify accessibility menu issue TalkBack മാഗ്നിഫയർ accessibility മെനു അതുപോലെ G-Show Plus അതുപോലെ തന്നെ അങ്ങനെ പ്രൂഡൻറ്റ് സ്ക്രീൻ റീഡർ തുടങ്ങിയ ഒത്തിരി സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ബാക്ക് വരുന്നു. TalkBack shortcut navigate up button outer list തിരിച്ച് double tap to activate ഷോർട്ട് കട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി tick box tap accessibility button to start or stop TalkBack tap the accessibility button at the bottom of the screen 2 of 5 in list 5 items. അപ്പോൾ അതിപ്പോൾ നിലവിൽ ഞാൻ ചെക്ക് ചെയ്തിരിക്കുകയാണ്. എനിക്കതാണ് കുറച്ചുകൂടി എളുപ്പം. നെക്സ്റ്റ് accessibility button set tick box press side and volume up buttons 3 of 5 double tap to activate. ഈ ഒരു ഓപ്ഷൻ സൈഡ് ബട്ടൺ access tick box press side and volume up buttons 3 of സൈഡ് 5 വോളിയം അപ്പ് ബട്ടൺ ഒന്നിച്ച് ഒരു 30 സെക്കൻഡ്സ് പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ ടോക്ക് ബാക്ക് ഓൺ ആക്കും. ഇത് എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഞാനിത് അൺടിക്ക് ചെയ്യുന്നു. not ticked. ഇനി റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യാം. tick box press and hold volume up and down buttons for 3 seconds 4 of 5 3 സെക്കൻഡ് വോളിയം അപ്പും 3 സെക്കൻഡ് വോളിയം അപ്പും ഡൗണും പ്രസ് ചെയ്ത് പിടിച്ചാൽ ടോക്ക് ബാക്ക് ഓൺ ആവണോ അതും ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിത് നോൺ ടിക്ക് ആക്കുന്നു. ഒരു ഓപ്ഷൻ്റെ ആവശ്യം നമുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അത് അവൈലബിൾ ആക്കി. അപ്പോൾ ഇങ്ങനെയാണ് ടോക്ക് ബാക്ക് സെറ്റ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഇതുണ്ട്. റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്താൽ നെക്സ്റ്റ് ഐറ്റം, അതുപോലെ ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്താൽ പ്രീവിയസ് ഐറ്റം, അതുപോലെ തന്നെ അപ്പ് ഡൗണ് റീഡിങ് കൺട്രോൾസ്, 2 ഫിംഗർ അപ്പ്, സ്ക്രോൾ അപ്പ്, 2 ഫിംഗർ സ്ക്രോൾ ഡൗൺ അങ്ങനെ കുറേ ജസ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് കുറച്ച് താഴേക്ക് ഒന്ന് പോയി നോക്കാം. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്താൽ ടോക്ക് ബാക്കിൻ്റെ സെറ്റിംഗ്സിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. ഇവിടെ 17 ഐറ്റമാണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ന്യൂ ഫീച്ചേഴ്സ് ഇൻ ടോക്ക് ബാക്ക്. അതായത് നമ്മുടെ ഓരോ ആപ്പിനും അപ്ഡേറ്റ് വരുമ്പോൾ കുറേ സംഭവങ്ങളൊക്കെ വരുമല്ലോ. അതുപോലെ ടോക്ക് ബാക്കിന് ഇപ്പോൾ ബ്രെയിൽ ഒക്കെ സപ്പോർട്ടായിട്ടുണ്ട്. അതൊക്കെ നോക്കണമെങ്കിൽ ഇവിടെ ചെക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഫുൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ വീഡിയോ ലെങ്ത് ചെയ്യാം. അതുകൊണ്ട് ഞാൻ കുറച്ച് എല്ലാ ഓപ്ഷനും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓഡിയോ എന്നതാണ് രണ്ടാമത്തെ ഹെഡിങ് ആണ്. ടെക്സ്റ്റ് ടു സ്പീച്ച്. ഇത് നമുക്ക് ഓരോ സ്പീച്ചും കാലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. വെർബോസിറ്റി, സൗണ്ട് ആൻഡ് വൈബ്രേഷൻ, കൺട്രോൾസ് എന്ന ഹെഡിങ് ഉണ്ട്. കസ്റ്റമൈസ് ഫോക്കസ്, കസ്റ്റമൈസ് ജെസ്റ്റേഴ്സ്, കസ്റ്റമൈസ് മെനൂസ്, automatic descriptions for icons and text in images 10 of 17 showing items 1 to 10 of 17 braille heading 11 of 17 showing items 9 to 17 braille keyboard 12 of 17 ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ബ്രെയിൽ കീബോർഡ് ഫോണിൽ ഉപയോഗിക്കാൻ സാധിക്കും. braille display 13 of 17 general heading 14 of 17 tutorial and help 15 of 17 നമുക്ക് ഓരോ ആപ്പൊക്കെ ചെയ്യുമ്പോൾ ട്യൂട്ടോറിയൽ കിട്ടുമല്ലോ. അതുപോലെ ടോക്ക് ബാക്കിൻ്റെ ട്യൂട്ടോറിയൽ ഒക്കെ ചെയ്യാം. Advanced settings 16 of 17 advanced settings open TalkBack in the Galaxy Store current TalkBack version 14.1 17 of 17 അവസാനത്തെ ഐറ്റത്തിലാണ് ടോക്ക് ബാക്കിൻ്റെ വേർഷനൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഇത്ര ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ബാക്ക് വരാം. ഇവിടെ ഇനി അബൌട്ട് ടോക്ക് ബാക്ക്, അതായത് ടോക്ക് ബാക്കിനെ കുറിച്ചുള്ള ഒരു വിവരമാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. Showing about TalkBack. How to use TalkBack. Swipe right or left to move between items. Double tap to activate an item. Drag 2 fingers to scroll. How to turn off TalkBack. 1. In settings. Tap use TalkBack. There will be an outline. Double tap it. 2. On the confirmation message. Tap stop. There will be an outline. Double tap it. 4 of 5. Showing items 3 to 4. അപ്പോൾ ഇതിൽ ടോക്ക് ബാക്ക് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ചെറിയ ഡിസ്ക്രിപ്ഷൻ ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് ടോക്ക് ബാക്ക് ഓഫ് ചെയ്യുന്നത് എങ്ങനെ? ഞാനിപ്പോൾ എല്ലാം ക്ലോസ് ചെയ്യണം. സെറ്റിംഗ്സ് എല്ലാം ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ടോക്ക് ബാക്ക് എനേബിൾഡ് ആണ്. സെറ്റിംഗ്സ് എല്ലാം ക്ലോസ് ചെയ്തു. പഴയ പോലെ തന്നെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യണം. പക്ഷേ ഇതാണ് നോട്ടിഫിക്കേഷൻ ഷീറ്റ് തുറക്കണമെങ്കിൽ 2 ഫിംഗർ ഉപയോഗിച്ച് മേളിൽ നിന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യണം. ഇപ്പോൾ അത് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി സെറ്റിംഗ്സിൻ്റെ ഐക്കൺ കണ്ടുപിടിക്കുക.
സെറ്റിങ്സ് എന്ന ഓപ്ഷൻ എത്തിയിട്ടുണ്ട്. ഡബിൾ ടാപ്പ് ചെയ്യാം. Settings. Search settings button. Double ടോക്ക് tap to ബാക്ക് activate. എനേബിൾ ചെയ്താൽ നമ്മൾ സാധാരണ പോലെ സിംഗിൾ ടാപ്പിൽ ഓപ്പൺ ചെയ്യാതെ ഓപ്ഷനിൽ നിന്ന് ഡബിൾ ടാപ്പ് ചെയ്താൽ മാത്രമേ അത് ഓപ്പൺ ആവുകയുള്ളൂ. ഇനി നമുക്ക് അക്സസിബിലിറ്റി കണ്ടെത്തുന്നതിനായി സ്ക്രോൾ ചെയ്യാൻ താഴേക്ക് 2 ഫിംഗർ ഉപയോഗിച്ച് Showing item. Accessibility. Vision hearing dexterity. 24 of 30. Double tap to activate. അക്സസിബിലിറ്റി എന്ന സെറ്റിങ്സ് കിട്ടിയിട്ടുണ്ട്. 24ാമത്തെ ആയിട്ട് പറയുന്നു. നമുക്ക് ഡബിൾ ടാപ്പ് ചെയ്യാം. Accessibility. Navigator. Button. Out of list. Double tap. Accessibility. ഒട്ടും ഗ്യാപ്പില്ലാതെ വേണം ഈ ഒരു അക്സസിബിലിറ്റിയിൽ ഡബിൾ ടാപ്പ് ചെയ്യാൻ. ഓക്കെ, സ്ക്രോൾ ചെയ്യാം. Search settings button. Double tap to activate. Double tap and hold to long press. സെർച്ച് സെറ്റിങ്സ്. സെർച്ച് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്യാതെ മതി. നെക്സ്റ്റ്. More options button. Double tap to activate. Double tap and hold to long press. മോർ ഓപ്ഷൻസ്. നമ്മുടെ ക്രോമിൻ്റെ ഒക്കെ 3 ഡോട്ട്സ് എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ മോർ ഓപ്ഷൻസ് എന്ന് ടോക്ക് ബാക്ക് വായിക്കുന്നത്. നെക്സ്റ്റ്. Recommended for you for accessibility functions in use. 1 of 9 in list 9 ഇത് items. Double tap to റെക്കമെൻഡഡ് activate. ഫോർ യു ആണ്. അത് വേണമെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പോൾ ആവശ്യമില്ല. Vision enhancements. 2 of 9. Double tap to വിഷൻ activate. എൻഹാൻസൻസ്. TalkBack. 3 of 9. TalkBack. Double tap to activate. 3ാമത്തെ ഐറ്റം. ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്യുന്നു. TalkBack. 3 of. TalkBack. Navigator button. Out of list. Double ടോക്ക് tap to ബാക്ക് activate. ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യാം. TalkBack. ടോക്ക് ബാക്ക് On. TalkBack. Switch. ഓൺ. Double tap ടോക്ക് to ബാക്ക് activate. സ്വിച്ച്. അതായത് ടോക്ക് ബാക്ക് ഇപ്പം നിലവിൽ ഓൺ ആണെന്നാണ് പറയുന്നത്. നമുക്കൊന്ന് ഓഫ് ചെയ്ത് നോക്കാം. ഡബിൾ ടാപ്പ് ചെയ്യുന്നു. Turn off TalkBack. Cancel button. Double tap to activate. ടേൺ ഓഫ് ടോക്ക് ബാക്ക് എന്നൊരു ഡയലോഗ് വന്നു. ഇവിടെ ടോക്ക് ബാക്ക് ടേൺ ഓഫ് ചെയ്യണോ എന്നുള്ളൊരു വാർണിംഗ് മെസ്സേജാണ്. നമുക്ക് ഇപ്പോൾ ക്യാൻസൽ ബട്ടണിലാണ് ഫോക്കസ് ഉള്ളത്. റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യാം. Turn off button. Double tap to activate. ടേൺ ഓഫ് ബട്ടൺ. ഇവിടെ ഡബിൾ ടാപ്പ് ചെയ്യുന്നതോടെ നമ്മുടെ ടോക്ക് ബാക്ക് എന്ന സെറ്റിങ്സ് എനേബിൾ ആയിരിക്കുന്നത് ഡിസേബിൾ ആവുകയായിരിക്കും. ഞാനിപ്പോൾ ഡബിൾ ടാപ്പ് ചെയ്യുന്നു. TalkBack off. കണ്ടോ? ഇപ്പോൾ ടോക്ക് ബാക്ക് ഇപ്പോൾ നമ്മൾ അവിടെ ഒരു സാധാരണ പോലെ ഫോൺ ഉപയോഗിക്കാം. കണ്ടോ? ഞങ്ങളുടെ ബാക്ക് പ്രസ് ചെയ്യാം. അതൊന്നും പറയുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, ഇങ്ങനത്തെ കൂടുതൽ ഇൻഫർമേഷനായിട്ടുള്ള വീഡിയോസ്ക്ക് വേണ്ടി എപ്പോഴും ഞാൻ എന്തായാലും വരുന്നതായിരിക്കും.